നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. നിലവിൽ ജോലി മതിയാക്കി നാട്ടിലേക്ക് മടങ്ങാൻ പ്രവാസികൾക്ക് ഫൈനൽ എക്സിറ്റ് വിസ ലഭിക്കണമെങ്കിൽ നിബന്ധനകൾ ഏറെയാണ്. എന്നാൽ ഇത്തരത്തിൽ ഫൈനൽ എക്സിറ്റ് വിസയിൽ നാട്ടിലേക്ക് മടങ്ങിയ ശേഷം പുതിയ വിസയിൽ വീണ്ടും സൗദി അറേബ്യയിലേക്ക് തിരിച്ചെത്തുന്ന പ്രവാസികൾക്ക് പഴയ ഡ്രൈവിംഗ് ലൈസൻസിന് പകരം പുതിയത് നേടാനാകുമെന്ന് ട്രാഫിക് ജനറൽ ഡയറക്ടറേറ്റ് വ്യക്തമാക്കിയിരിക്കുകയാണ്. ട്രാഫിക് ഓഫീസിലെത്തി പഴയ ലൈസൻസ് പുതിയ ഇഖാമ നമ്പറിൽ തരണമെന്ന അപേക്ഷ നൽകിയാൽ മതിയാകും. ഡ്രൈവിംഗ് കാലാവധി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആവശ്യമായ ഫീസ് അടയ്ക്കുകയും വൈദ്യപരിശോധന റിപ്പോർട്ട് സഹിതം അപേക്ഷ സമർപ്പിക്കുകയും ചെയ്യണം. വിസിറ്റ് വിസയിൽ സൗദി അറേബ്യയിലേക്ക് വരുന്നവർക്ക് സാധുതയുള്ള ഇന്റർനാഷണൽ ഡ്രൈവിംഗ് ലൈസൻസ് അല്ലെങ്കിൽ വിദേശ ലൈസൻസ് ഉപയോഗിച്ച് 1 വർഷത്തേക്കോ ലൈസൻസ് കാലാവധി തീരുന്ന സമയം വരേക്കോ രാജ്യത്ത് വാഹനം ഓടിക്കാം. സ്വകാര്യ ഡ്രൈവിംഗ് ലൈസൻസിന് അപേക്ഷിക്കാൻ 18 വയസ്സ് പൂർത്തിയായിരിക്കണം. മയക്കുമരുന്ന് ഉപയോഗത്തിനോ അവ കൈവശം വെക്കലിനോ ശിക്ഷിക്കപ്പെട്ടവർക്ക് ലൈസൻസ് അനുവദിക്കില്ല. വാഹനം ഓടിക്കുന്നതിൽ നിന്ന് തടസ്സപ്പെടുത്തുന്ന രോഗങ്ങൾ, വൈകല്യങ്ങൾ എന്നിവയുള്ളവർക്കും ലൈസൻസിന് അപേക്ഷിക്കാനാവില്ലെന്നും ട്രാഫിക് ജനറൽ ഡയറക്ടറേറ്റ് അറിയിച്ചിട്ടുണ്ട്. അതേസമയം മൊബൈൽ ബില്ലുകൾ ഉൾപ്പെടെ എല്ലാ സാമ്പത്തിക ഇടപാടുകളും തീർത്ത ശേഷമേ ഇനി ഫൈനൽ എക്സിറ്റ് വിസയിൽ നാട്ടിലേക്ക് മടങ്ങാനാവൂവെന്ന് സൗദി ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് പാസ്പോർട്ട്സ് വ്യക്തമാക്കിയിരുന്നു. എന്ന് മാത്രമല്ല, ഈ വിസയിൽ രാജ്യം വിടാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത വാഹനങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് ഫൈനൽ എക്സിറ്റ് വിസ ലഭിക്കില്ല. അതിന്റെ രജിസ്ട്രേഷൻ മറ്റൊരാളിലേക്ക് മാറ്റുകയോ വാഹനം മറ്റൊരാൾക്ക് വിൽക്കുകയോ മറ്റോ ചെയ്യണം. അതോടൊപ്പം ഫൈനൽ എക്സിറ്റ് വിസയ്ക്ക് അപേക്ഷ നൽകുന്ന വ്യക്തിയുടെ പേരിൽ നേരത്തെ ലഭിച്ച ഉപയോഗിച്ചിട്ടില്ലാത്ത മറ്റൊരു വിസ ഉണ്ടായിരിക്കാനും പാടില്ല. വിസ ഇഷ്യൂ ചെയ്യപ്പെടുന്ന ദിവസം തൊട്ട് 60 ദിവസമായിരിക്കും ഫൈനൽ എക്സിറ്റ് വിസയുടെ കാലാവധി. ഈ കാലയളവിനുള്ളിൽ സൗദിയിൽ നിന്ന് പുറത്തു കടന്നിരിക്കണം എന്ന വ്യവസ്ഥയുമുണ്ട്. ഈ വിസയ്ക്ക് അപേക്ഷ നൽകുമ്പോൾ അപേക്ഷകൻ സൗദിയിൽ ഉണ്ടായിരിക്കണം എന്നതാണ് മറ്റൊരു വ്യവസ്ഥ. നാട്ടിലുള്ള ഒരാൾക്ക് അവിടെ ഇരുന്നു കൊണ്ട് ഫൈനൽ എക്സിറ്റ് വിസയ്ക്ക് അപേക്ഷിക്കാനാവില്ല. അപേക്ഷിക്കുന്ന സമയത്ത് പാസ്പോർട്ടിന് ചുരുങ്ങിയത് 60 ദിവസത്തെ കാലാവധി ഉണ്ടായിരിക്കണമെന്നും വ്യവസ്ഥയുണ്ട്. ഫൈനൽ എക്സിറ്റ് വിസയ്ക്കുള്ള അപേക്ഷയ്ക്ക് പ്രത്യേകം ഫീസ് ഒന്നും ഈടാക്കുന്നതല്ല. അതേസമയം ഈ വിസയ്ക്കായി നൽകിയ അപേക്ഷ ക്യാൻസൽ ചെയ്യണമെങ്കിൽ 100 റിയാൽ ക്യാൻസലേഷൻ ഫീസ് നൽകണം. ഇനി ഈ വിസയിൽ രാജ്യം വിട്ട ഒരാൾക്ക് പുതിയൊരു വിസയിൽ മാത്രമേ സൗദിയിലേക്ക് തിരികെ വരാനാവൂവെന്നും ജവാസാദ് അറിയിച്ചിരുന്നു. ജീവനക്കാരന് ജോലി മതിയാക്കി നാട്ടിലേക്ക് പോകാനുള്ള ഫൈനൽ എക്സിറ്റ് വിസ നൽകുന്നതിന് തൊഴിലുടമയ്ക്ക് എന്തെങ്കിലും തടസ്സവാദമുണ്ടെങ്കിൽ അത് വിസ ഇഷ്യൂ ചെയ്യുന്നതിന് മുൻപ് തന്നെ അധികൃതരെ അറിയിക്കണം. വിസ നൽകിക്കഴിഞ്ഞാൽ അത്തരം പരാതികൾ സ്വീകരിക്കില്ല. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.